ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഴപ്പിണ്ടിയും ചെറുപയറും തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാറ്റിൻ്റെയും ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എൻ്റെ ചാനലിലേക്ക് വന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ വീഡിയോ ഞാൻ കാണാറുള്ളൂ. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്കതിൽ വിശ്വസിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ തിരിച്ചും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കുടനെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വാഴക്കൂമ്പും ചെറുപയറും തോരന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പ് അളവിൽ ചെറുപയർ ഒരു 2-3 മണിക്കൂർ കുതിരാൻ വെച്ചതാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് താളിക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു 5 പച്ചമുളക്, ഒരല്പം ചെറിയ ജീരകം, ഇത്രയും ചെറിയ ഉള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ചെറുതും 2 അങ്ങോട്ട് വലുതേ ഉള്ളൂ. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. ഈ ഇഞ്ചിയും ജീരകം വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാൻ ഈ വാഴക്കൂമ്പ് ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. ഒരു പകുതിയാക്കി എടുക്കുക, അതിൻ്റെ നൂലൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 50 ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് അരിയുന്നേക്കാളും വേഗം അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ എത്ര ചെറുതാക്കണം നമുക്ക് അതുപോലെ അരിയാം. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. കണ്ടോ, ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് അരിഞ്ഞെടുത്തു. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിപ്പോൾ ആദ്യം ഞാൻ പകുതിയാക്കി എടുത്താണ്. കണ്ടേ, ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ളത് വേണ്ട, ഇത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നല്ല സ്പീഡായിട്ട് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൊടിയായിട്ട് വേണമെങ്കിലും വളരെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിയൊക്കെ വെച്ച് അരിയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, നമുക്ക് മടുപ്പായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വാഴപ്പിണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാൻ തന്നെ മടിയായിരിക്കും. കാരണം ഇത് അരിഞ്ഞൊക്കെ എടുത്ത് വരണ്ടേ. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഒരു പ്രയാസമില്ല. ഇതുപോലെയല്ല നിങ്ങൾ അരിയുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓക്കെ, ഞാനിത് ഇനി എല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിനകത്ത് 2 വിസിൽ കേൾക്കുന്നതും വേവിച്ചെടുക്കുക. ഈ ചെറുപയറും ഈ വാഴപ്പിണ്ടിയും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഈ തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നൊന്ന് ഒതുക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളെ പിണ്ടിയും ചെറുപയറും തോരൻ വയ്ക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ, നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മുളമേല് തെറിക്കും. നമ്മളെ വാഴപ്പിണ്ടിയും ചെറുപയറും ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപയർ ഇട്ടുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടോ. അപ്പോൾ ഞാനിതിൽ 2 വിസിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ 1 വിസിലേ അടിക്കാവൂ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുറക്കാം. ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയാണ് ഇടേണ്ടത്. കറിവേപ്പില മാത്രമേ ഉള്ളൂ, വറ്റൽമുളക് ചീനിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വറ്റൽമുളകും കൂടി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ചെറിയ ജീരകം, ഒരു കഷ്ണം ഇഞ്ചി ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അത് നമ്മൾ ചതച്ചെടുക്കുകയാണത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരത്തിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തോരൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുപയറിലും വാഴപ്പിണ്ടിയിലും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഇത്
ഇതിലേക്ക് ഒരു അല്പം ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയാൽ നമ്മൾ തോരനിലേക്ക് കുടഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് മതിയാവും. ഇനി ഇപ്പോൾ തോരൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ടാണ് നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തത്. അതും പിന്നെ നമ്മൾ ചെറുപയറും കൂടെ വെന്തപ്പോൾ നല്ലൊരു കൊഴുപ്പായി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പിന്നെ എരിവിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരും ഇഷ്ടമാണ്. ഇവിടെ തേങ്ങ അത്രയും ഇഷ്ടമില്ല, എന്നാൽ എന്താ പറയുക, കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെറിയ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട ചെറുപയറിൽ വാഴപ്പിണ്ടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് തേങ്ങയും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ ഉപ്പ് അളവ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറിയ തീയിലാണ് ഇരിക്കുന്നത്. ഒരല്പം കൂടി ഇതിൻ്റെ നീര് വെള്ളം നനവൊന്ന് വറ്റി വരണം. ഇച്ചിരി തീ കൂട്ടി കൊടുക്കാം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. തോരനൊക്കെ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഉപ്പ് കുറവുണ്ട്. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചാനൽ എന്ത് വീഡിയോ ഇട്ടാലും മുന്നോട്ട് പോവില്ലല്ലോ. പറയാലോ. അപ്പോൾ ഓക്കെ, നമുക്കൊരല്പം കൂടി ഇതിൻ്റെ വെള്ളമൊന്ന് വലിയുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തോരനിപ്പോൾ വെള്ളമെല്ലാം വറ്റി നല്ലൊരു കുഴമ്പ് രൂപമായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ നനവോട് കൂടിയാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. ഉപ്പ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു, മതിയാവില്ലായിരുന്നു. നമ്മൾ ഇട്ട ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൂമ്പും ചെറുപയറും തോരൻ ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വാഴക്കൂമ്പല്ല കേട്ടോ, സോറി, പിണ്ടി ഇത് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ, വാഴപ്പിണ്ടി. അപ്പോൾ ഈ വാഴപ്പിണ്ടിയുടെ കൂടെ നമുക്ക് ചെറുപയർ വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ചെറുപയർ ഇടുമ്പോൾ നമ്മൾ തോരനൊരു പ്രത്യേക കൊഴുപ്പും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുപയർ ഇട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ പിണ്ടിയൊക്കെ തോരൻ വെക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്താ പറയുക, അറിയാത്തവരാരും കാണില്ല. പക്ഷെ ഞാനത് എൻ്റെ ഒരു രീതി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.